നമസ്കാരം. വൺ ഇന്ത്യ മലയാളം ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ സ്ഥായിയായ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ലെന്ന നിലപാട് പുലർത്തുന്ന രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ. അടിസ്ഥാന തത്വം സോഷ്യലിസമാണെങ്കിലും BJPയുമായിട്ടാണ് പ്രധാന കൂട്ടുകെട്ട്. കോൺഗ്രസുമായും തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുണ്ട് നിതീഷ് കുമാർ. ഏറെ പ്രതീക്ഷകളുമായി 2015 ബീഹാറിൽ അധികാരത്തിലെത്തിയ മതേതര മഹാസഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് BJP പാളയത്തിലേക്ക് തിരികെ പോയെങ്കിലും BJPയെ വീഴ്ത്താൻ പ്രതിപക്ഷ മഹാസഖ്യമെന്ന ആശയം രാജ്യത്തിന് മുന്നിൽ കാഴ്ചവെച്ചുവെന്നതിൽ നിതീഷ് കുമാറിന്റെ സംഭാവന ശ്രദ്ധേയമാണ്. സ്വതന്ത്ര സമര സേനാനിയായിരുന്ന രാം ലാഖൻ സിംഗിന്റെയും പരമേശ്വരി ദേവിയുടെയും മകനായി 1951 മാർച്ച് 1 നിതീഷ് കുമാർ ജനിക്കുന്നത്. ബീഹാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ നിതീഷ് ബീഹാർ സർക്കാരിലെ വൈദ്യുതി വകുപ്പ് ജീവനക്കാരനായിരുന്നു. 1970കളുടെ തുടക്കത്തിൽ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് നിതീഷ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. സോഷ്യലിസ്റ്റ് ചേരിയിൽ നിലയുറപ്പിച്ച നിതീഷ് വളരെ പെട്ടെന്ന് തന്നെ ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹ്യ, VP സിംഗ് എന്നിവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും സോഷ്യലിസ്റ്റ് ചേരിയിലെ പ്രധാന നേതാവാവുകയും ചെയ്തു. 1980കൾക്ക് ശേഷം രാജ്യത്ത് ജനതാ പാർട്ടി ശിഥിലമായപ്പോൾ നിതീഷ് കുമാർ വിവിധ ജനതാ പാർട്ടികളുടെ ഭാഗമായി നിലനിന്നു. 99 വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ പിന്തുണയ്ക്കാൻ ശരത് യാദവ് അടക്കമുള്ള ജനതാ പാർട്ടി നേതാക്കൾ തീരുമാനിച്ചപ്പോൾ HD ദേവഗൌഡ വിഭാഗം പാർട്ടി വിടുകയും ജനതാദൾ സെക്യുലർ രൂപീകരിക്കുകയും ചെയ്തു. ശരത് യാദവിനോടൊപ്പമായിരുന്നു അപ്പോൾ നിതീഷ് കുമാർ നിലയുറപ്പിച്ചിരുന്നത്. ശരത് യാദവ് വിഭാഗം ജനതാദളിന്റെ കൂടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ രണ്ടാം വാജ്പേയി സർക്കാരിൽ റെയിൽവേയുടെയും ഉപരിതല ഗതാഗത വകുപ്പിന്റെയും ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിട്ടാണ് നിതീഷ് കുമാർ തന്റെ പാർലമെന്ററി ജീവിതം ആരംഭിക്കുന്നത്. 99 ഗെയ്സാലിൽ തീവണ്ടി അപകടം നടന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. 99 BJP വീണ്ടും കേന്ദ്രഭരണം പിടിച്ചപ്പോൾ ആദ്യം ഉപരിതല ഗതാഗത വകുപ്പിന്റെയും പിന്നീട് 2000 മുതൽ 2001 വരെ കൃഷി വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രിയായി നിതീഷ് കുമാർ സേവനമനുഷ്ഠിച്ചു. 2002 നടന്ന മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ അദ്ദേഹം വീണ്ടും കേന്ദ്ര റെയിൽവേ മന്ത്രിയായി ചുമതലയേറ്റു. നിതീഷ് കുമാറിന് കീഴിലായിരുന്ന കാലത്താണ് ടിക്കറ്റ് ബുക്കിംഗ് അടക്കമുള്ള വിപ്ലവകരമായ പല മാറ്റങ്ങളും റെയിൽവേയിൽ നടപ്പിൽ വരുന്നത്. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച നിതീഷ് കുമാർ ഒരിടത്ത് പരാജയപ്പെടുകയും മറ്റൊരിടത്ത് വിജയിക്കുകയും ചെയ്തു. പരമ്പരാഗത മണ്ഡലമായ ബർഹ കൈവിട്ടപ്പോൾ നളന്തയായിരുന്നു അദ്ദേഹത്തിന് തുണയായത്. ഇതിനിടയിൽ 2003 ലോക് ശക്തി പാർട്ടി, സാമന്ത പാർട്ടി എന്നീ കക്ഷികളുമായി യോജിച്ച് ജനതാദൾ ശരത് യാദവ് വിഭാഗം ജനതാദൾ യുണൈറ്റഡ് എന്ന പേര് സ്വീകരിച്ചിരുന്നു. 2005 BJPയുമായി ചേർന്ന് JDU ആദ്യമായി ബീഹാർ ഭരണം പിടിച്ചെടുത്തപ്പോൾ നിതീഷ് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2010 തുടർച്ചയായ രണ്ടാം വട്ടവും JDU സംസ്ഥാനത്ത് അധികാരത്തിലെത്തുകയും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാനത്ത് ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ രാഷ്ട്രീയ മര്യാദ കാണിച്ചു. 2014 പൊതു തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് JDU ഇതിനിടയിൽ NDA വിടുകയും ചെയ്തു. 2015 RJD, കോൺഗ്രസ് എന്നീ കക്ഷികളുടെ ഭാഗമായി നിന്നുകൊണ്ട് മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച നിതീഷ് കുമാർ 3ാം തവണയും സംസ്ഥാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD ആയിരുന്നെങ്കിലും 3 കക്ഷികളും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. കൂട്ടുമുന്നണി സർക്കാരിന്റെ എല്ലാ അസ്വാരസ്യങ്ങളും നിതീഷ് കുമാർ സർക്കാരിനുണ്ടായിരുന്നു. അവസരം മുതലെടുത്ത BJP വീണ്ടും നിതീഷ് കുമാറിനെ ചാക്കിട്ട് പിടിച്ചു. 2017 ജൂലൈ 26 മഹാസഖ്യവുമായി വിട പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാർ മണിക്കൂറുകൾക്കുള്ളിൽ BJPയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ സമുന്നതനായ നേതാവായ ശരത് യാദവ് JDU വിട്ടപ്പോൾ പാർട്ടിയും പൂർണ്ണമായി നിതീഷ് കുമാറിന്റെ കൈകളിലായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച വിജയം നേടുമെന്നാണ് നിതീഷ് കുമാർ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 40 സീറ്റിൽ 17 വീതം സീറ്റുകളിൽ BJPയും JDUവും മത്സരിക്കുന്നു. 6 സീറ്റിൽ മറ്റൊരു സഖ്യകക്ഷിയായ LJPയാണ് മത്സരിക്കുന്നത്. അതേസമയം മറുപക്ഷത്ത് RJD കോൺഗ്രസ് സഖ്യം ശക്തമായ വെല്ലുവിളിയാണ് NDAയ്ക്ക് ഉയർത്തുന്നത്. NDA വിട്ട ഉപേന്ദ്ര കുശ്വാഹയുടെ RLSPയും കോൺഗ്രസ് പാളയത്തിൽ എത്തിയതോടെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് സംസ്ഥാനത്ത് NDA നയിക്കുന്ന നിതീഷ് കുമാർ. തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.